ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ വെടിനിർത്തൽ കരാർ മുന്നോട്ട് വെച്ചതിന് പിന്നാലെ അപ്രതീക്ഷിത നീക്കമാണ് ഇറാൻ നടത്തുന്നത്. ആദ്യം മുതൽക്കേ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും സമാധാന ചർച്ചയ്ക്ക് ഇറാനുമായി സംസാരിക്കാൻ 2 അമേരിക്കൻ ഉദ്യോഗസ്ഥരെ നിയമിച്ചിരുന്നു. എന്നാൽ ട്രംപിന്റെ വിശ്വസ്തരായ 2 പേരെയായിരുന്നു അമേരിക്ക ഈ ചർച്ചയ്ക്കായി തന്നെ ചുക്കാൻ പിടിക്കാൻ രംഗത്തിറക്കിയത്. എന്നാൽ ഇവരെ തയ്യാറാക്കി നിർത്തിയതല്ലാതെ തന്നെ ഇവരെ ഇനി ഈ ഒരു ചർച്ചയിൽ പങ്കെടുപ്പിക്കേണ്ട എന്നൊരു നിലപാടാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിക്കുന്നത്. അതായത് ഇവരെ എങ്ങനെ വിശ്വസിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന ചോദ്യമായിരുന്നു ഇറാൻ ഇവിടെ യുഎസിന് നേരെ ഉയർത്തിയിരിക്കുന്നത്. അതിന് പകരമായി തന്നെ സമാധാന ചർച്ചകൾക്ക് തയ്യാറാണ് എന്നും, എന്നാൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകേണ്ടത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആയിരിക്കണം എന്നതാണ് ട്രംപ് ഇപ്പോൾ അതായത് ട്രംപിന് മുന്നിൽ ഇറാന്റെ പുതിയൊരു ആവശ്യമായി തന്നെ ഉന്നയിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയോ അദ്ദേഹത്തിന്റെ മരുമകൻ ജരേദ് കുഷ്നറിനെയോ ഈ ഒരു ചർച്ചയിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്ന കർശന നിലപാടാണ് ഇപ്പോൾ ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം പരിഹരിക്കാൻ മോദി ട്രംപ് ചർച്ചകൾ പുരോഗമിക്കവെയാണ് ഇത്തരത്തിൽ ഇറാന്റെ ഈ പുതിയ ഒരു ഉപാധി അന്താരാഷ്ട്ര നയതന്ത്ര വൃത്തങ്ങളിൽ തന്നെ ഒരു വലിയൊരു ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത്. വാഷിംഗ്ടണിലേക്ക് അയച്ച രഹസ്യ സന്ദേശത്തിലൂടെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇറാൻ തങ്ങളുടെ താല്പര്യം അറിയിച്ചിരിക്കുന്നത്. ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ജരേദ് കുഷ്നർ എന്നിവരുമായി തന്നെ സംസാരിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടാകില്ല എന്നതാണ് ഇറാൻ കരുതുന്നത്. മുൻപ് 2 തവണ കരാറുകൾ തർക്കത്തോട് തന്നെ ഇരുവർ തമ്മിൽ കടുത്ത ആത്മവിശ്വാസമാണ് നിലനിൽക്കുന്നത്. ആയതിനാൽ തന്നെ ഇതൊരു തർക്കത്തോടു കൂടി തന്നെ അത് അവസാനിക്കേണ്ടി വന്നുവെന്നും, എന്നാൽ JD വാൻസ് യുദ്ധം അവസാനിപ്പിക്കാൻ ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്നും അദ്ദേഹത്തിലൂടെ മാത്രമേ ഒരു നയതന്ത്ര പരിഹാരം സാധ്യമാകൂ എന്നതാണ് ഇവിടെ ഇറാൻ വിലയിരുത്തപ്പെടുന്നത്. ഈ ഒരു നിർണായക നീക്കം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് CNN ന്യൂസ് ആണ്. മാത്രമല്ല ഹോർമുസ് കടലിടുക്ക് ഇത് തുറന്നു നൽകുന്നതിൽ ഉൾപ്പെടെയുള്ള ട്രംപിന്റെ 15 നിർദ്ദേശങ്ങളെ ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നത് ഇപ്പോൾ JD വാൻസിന്റെ ഇടപെടലിനെ ആശ്രയിച്ചിരിക്കുമെന്നും ഇവർ വ്യക്തമാക്കുകയാണ്. വാൻസ് ആകട്ടെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയാൽ പശ്ചിമേഷ്യയിൽ എത്രയും വേഗം തന്നെ വെടിനിർത്തൽ സാധ്യമാകുമെന്ന് തന്നെയാണ് ട്രംപ് വിശ്വസിക്കുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം അതീവ നിർണായകമാണ്. ട്രംപുമായി അടുത്ത ബന്ധമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇറാന്റെ ഈ ആവശ്യം അമേരിക്കയെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിയുമോ എന്നതായിരുന്നു ലോകം ഉറ്റുനോക്കിയത്. ഇന്ധന സുരക്ഷ ഉറപ്പാക്കാൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് അനിവാര്യമാണ് എന്നതായിരുന്നു മോദി നേരത്തെ വ്യക്തമാക്കിയത്. വരും ദിവസങ്ങളിൽ വൈറ്റ് ഹൗസ് അവർ സ്വീകരിക്കുന്ന നിലപാട് പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഭാവി തീരുമാനിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.